നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തിലെ ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷം പൊളിച്ച പോലീസ് നടപടിക്കെതിരെ ഭീഷണി. തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് ഗുണ്ടാ നേതാവിന്റെ ഭീഷണി. വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ് ഭീഷണി സന്ദേശം വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജിനെതിരെ പോലീസ് കേസെടുത്തു. കോർപ്പറേഷൻ മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പ്രശംസയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സിപിഐ. മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ കള്ളപ്പണ കേസിലെ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് രേഖകൾ ED കസ്റ്റഡിയിലെടുത്തത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനിയുടെ സംഭാവന സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച കേരളീയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് അനിലക്കര. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ മണിച്ചെയിൻ മാതൃകയിൽ നിക്ഷേപകരുടെ 3141 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസ് അന്വേഷണം തുടരുകയാണ്. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തി തുറന്ന 35 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും കവർന്നു. ചിറങ്ങര ജാതി റോഡിലെ ചെമ്പകശ്ശേരി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. തകർന്ന ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ യുവാവിന് ഗുരുതര പരിക്കേറ്റു. അപകട കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളെ ദ്വിദിന സമരം തുടരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് വ്യാപാരികൾ. ദേശീയപാത മുടിക്കോട് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ഇന്ന് രാവിലെ 4 മണിക്കൂറോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ മധ്യവയസ്കയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെറുതുരുത്തിയിൽ ഭിക്ഷാടനം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനി 50 വയസ്സുള്ള സെൽവിയാണ് മരിച്ചത്. കരവിൽ കനത്ത മഴയിൽ പുലർച്ചെ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്ക്. തൃശൂർ കാഞ്ഞാണി റൂട്ടിലെ സ്വകാര്യ ബസ് ഡ്രൈവറായ കൈപ്പള്ളി സ്വദേശി വലിയപുരയ്ക്കൽ വീട്ടിൽ നിജിനാണ് പരിക്കേറ്റത്. വടക്കേക്കാട് വൈലത്തൂരിൽ ബസും കാറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിനികളടക്കം 3 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ വടക്കേക്കാട് കല്ലൂർ സ്വദേശി നാറാണത്ത് വീട്ടിൽ അബ്ദുൾ കയ്യൂമിനും ബസ് യാത്രക്കാരായ 2 വിദ്യാർത്ഥിനികൾക്കുമാണ് പരിക്കേറ്റത്. പെരിഞ്ഞനത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി കൊച്ചാത്ത് വീട്ടിൽ 52 വയസ്സുള്ള മൈത്രജനാണ് മരിച്ചത്. ഗുരുവായൂരിൽ തെരുവുനായി വട്ടം ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്ക്. പാവറട്ടി മരുതിയൂർ കുണ്ടുവീട്ടിൽ കൃഷ്ണപ്രസാദിനാണ് പരിക്കേറ്റത്. പള്ളിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇരിങ്ങാലക്കുട കൽപ്പറമ്പ് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സ്ഥാപിച്ച LED ലൈറ്റിംഗ് സിസ്റ്റം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി 2 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1983 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പടവരാട് സൌഹാർദ്ദ ക്ലബിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ മാനസികാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ടോണി തോമസ്, സെക്രട്ടറി ആൻഡോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന ബാലന്റെ 3ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ബുധനാഴ്ച DCC ഓഫീസ് ഹാളിൽ സംഘടിപ്പിക്കും. അനുസ്മരണ സമ്മേളനം UDF സംസ്ഥാന കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്യും. കയ്പമംഗലം മണ്ഡലത്തിലെ പെരുന്തോട് വലിയതോട് ജനകീയ ശുചീകരണം ഈ മാസം 20-ന് നടക്കും. പെരുന്തോട് വലിയതോട് 2017 മുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളും മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയുമാണ് സംരക്ഷിച്ചു വരുന്നത്. മേപ്പാട് യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മേപ്പാടത്ത് നടന്ന അനുമോദന സദസ്സ് ഡോക്ടർ ER ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. മുറജപത്തോടുകൂടി കളഭം ശാസ്താവിന് അഭിഷേകം ചെയ്തു. മൂന്നൂർ SNDP ശാഖയുടെ പൊതുയോഗവും SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് ദാനവും നടന്നു. SNDP യൂണിയൻ കൌൺസിലർ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. SN പുരം റൈഡേഴ്സ് ക്ലബിന്റെ ഓഫീസ് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കിൾ റേസിംഗ് ചാമ്പ്യനും അന്താരാഷ്ട്ര താരവുമായ സുദേവ് ലോഗോ പ്രകാശനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു. സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരക്കോട് ഗ്രാമീണ വായനശാലയുടെ വായനാപക്ഷാചരണത്തിന്റെ സമാപനവും ഗ്രന്ഥാലോക ക്യാമ്പയിനും സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്തിലെ ബ്രഹ്മകുളം വില്ലേജിൽ ഡിജിറ്റൽ ലാൻഡ് റീസർവേക്ക് തുടക്കമായി. മുരളി പെരുന്നല്ലി MLA ഡിജിറ്റൽ റീസർവേ ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പറമ്പിലെ ആൽത്തറയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആളുടെ സമീപത്തുകൂടി പാമ്പ് ഇഴഞ്ഞു പോകുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആൽത്തറയിലായിരുന്നു സംഭവം. സേവന മേഖലയിലെ മാതൃശുശ്രൂഷ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച 3 പേർക്ക് അമല ഹെൽത്ത് കെയർ എക്സലൻസ് അവാർഡ് നൽകും. ഡോക്ടർ, നഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നീ വിഭാഗങ്ങളിലെ 3 പേർക്ക് ഓഗസ്റ്റ് 17 അമല ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന ഫൗണ്ടേഴ്സ് ദിനാഘോഷത്തോടനുബന്ധിച്ച് അവാർഡ് സമ്മാനിക്കും. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാധുനിക ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ADGP P. വിജയൻ നിർവഹിക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിക്കും. കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് നേടിയ പ്രശസ്ത ഹാർമോണിയം വാദകനായ അടാട്ട് സ്വദേശി ഹംസ ഹർഷിനെ വെളുത്തൂർ മാനവ് സംഗീത വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ആര്യമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരൻകുളങ്ങര ഭഗവതിയെ സേവിച്ച ഗജശ്രേഷ്ഠൻ ശങ്കരൻകുളങ്ങര മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി ദേവസ്വവും നാട്ടുകാരും ചേർന്ന് പൂർണ്ണക്കായ ശില്പമൊരുക്കി. ഈ മാസം 10 പൂർണ്ണക്കായ ശില്പം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ അനാച്ഛാദനം ചെയ്യും. ഗായകനും സംഗീത സംവിധായകനും ശില്പിയുമായ പഴനി സാജു അനുസ്മരണം ചലച്ചിത്ര പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആഞ്ജനേയം ഷഷ്ടി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TA സുനിൽ അധ്യക്ഷത വഹിച്ചു. എടമുട്ടം ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂരിന് സമീപം കോതപ്പറമ്പിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചിറായി പടിഞ്ഞേക്കര CB ജയലക്ഷ്മിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണവും പണവും കവർന്നു. തോളൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി ജില്ലാ പഞ്ചായത്ത് ഇലക്ട്രിക് ഓട്ടോറിക്ഷ കൈമാറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓട്ടോറിക്ഷ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ നെല്ലായി, കൊളത്തൂർ, കാവലൂർ ഓഡിറ്റോറിയത്തിൽ നടക്കും. 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള 375 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മെറിറ്റ് ഡേ ജില്ലാ സബ് കളക്ടർ അതുൽ സാഗർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. അശാസ്ത്രീയ കാന നിർമ്മാണത്തിനെതിരെ മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ചേറ്റുവ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് മേയർ MK വർഗീസിനോട് രാജിവെക്കാൻ പരസ്യമായി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ CPIയുടെ പിന്തുണ മേയർക്ക് നഷ്ടപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജയപാലൻ. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്നുള്ളത് CPIയുടെ അഭിപ്രായമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്. വിഷയം മുന്നണി എന്ന നിലയിൽ LDFൽ ചർച്ച ചെയ്യുമെന്ന് MM വർഗീസ്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.